മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ അപ്രായോഗികമായൊരു കാര്യമാണ് എന്നാണ് മെട്രോമാൻ ഇ ശ്രീധരൻ അഭിപ്രായപ്പെട്ടത്. കാരണം ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു സംഭവമാണ്. അത് ഇന്നത്തെ രാഷ്ട്രീയക്കാരും കോൺട്രാക്ടർമാരും ഒക്കെ കൂടി പണിത് വരുമ്പോഴത്തേക്കും അത് അത്രയും തന്നെ ആയുസ് ഉണ്ടാകാത്ത രീതിയിലൊരു സ്ട്രക്ചറായി. നമ്മുടെ പാലത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു സൊല്യൂഷൻ, ഇതിന് ഒരു തുരങ്കം നിർമ്മിച്ച് തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു ഡാമിലേക്കോ അല്ലെങ്കിൽ വേറൊരു റിസർവോയറിലേക്കോ ഈ വെള്ളം മാറ്റിക്കൊണ്ടുപോയി മുല്ലപ്പെരിയാറിൻ്റെ അടി 40 അടിയായിട്ടെങ്കിലും കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് എന്തായിരുന്നാലും തീർച്ചയായിട്ടും ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും നല്ല കൺസ്ട്രക്ടേഴ്സിനെ തന്നെ അത് ഏൽപ്പിക്കുകയും ചെയ്യുക. കാരണം നമ്മൾ മുല്ലപ്പെരിയാർ പൊട്ടിയെന്നാൽ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമടക്കം എല്ലാം കേരളത്തിനടിയിലാവും. നോർത്ത് ഇന്ത്യയിൽ പല ഡാമുകൾക്കും കേടുപാടുകൾ